ലോക്കപ്പ് മർദ്ദകരായ പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് പ്രഖ്യാപിക്കാതെ മുഖ്യമന്ത്രി. വിഷയം ചർച്ച ചെയ്ത പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി കാഠിന്യം നോക്കി നടപടിയെന്ന് മാത്രമാണ് ഉറപ്പ് നൽകിയത്. 2016 മുതൽ ക്രിമിനലുകളായ 144 പോലീസുകാരെ പിരിച്ചുവിട്ടെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാദം. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പോലീസുകാരെ പിരിച്ചുവിടും വരെ നിയമസഭാ കവാടത്തിൽ 2 പ്രതിപക്ഷ എംഎൽഎമാർ അനിശ്ചിതകാല സത്യാഗ്രഹവും തുടങ്ങി. ഈ നിയമസഭയിലെ ഒരു അംഗം തനിക്ക് നേരിടേണ്ടി വന്ന ക്രൂരമായ പോലീസ് മർദ്ദനത്തെക്കുറിച്ച് ഈ നിയമസഭയിൽ നടത്തിയ പ്രസംഗം അതേ അംഗം ഇന്ന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കീഴിലുള്ള കേരള പോലീസ് 1977 മുഖ്യമന്ത്രി കെ കരുണാകരനെ നിയമസഭയിൽ പിണറായി വിജയൻ പോലീസ് വിഷയത്തിൽ വിമർശിച്ചത് ആയുധമാക്കിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം. കുന്നംകുളം അടക്കമുള്ള പോലീസ് സ്റ്റേഷനുകളിലെ ലോക്കപ്പ് മർദ്ദകരായ പോലീസുകാരെ പിരിച്ചുവിടണമെന്ന് റോജി എം ജോൺ അടിയന്തര പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. 2 മണിക്കൂർ 40 മിനിറ്റ് നീണ്ട ചർച്ച അവസാനിച്ചപ്പോൾ പ്രതിപക്ഷ ആവശ്യം മുഖ്യമന്ത്രി അംഗീകരിച്ചില്ല. കോൺഗ്രസ് ഭരണകാലത്തെ പോലീസ് മാറി, ജനങ്ങളുടെ രക്ഷകരായി. പക്ഷേ മാറാത്ത ചില പോലീസുകാർ മാത്രമാണ് പ്രശ്നക്കാർ. കഴിഞ്ഞ 9 വർഷമായി ആകെ 144 പോലീസുകാരെയാണ് സേനയിൽ നിന്ന് പിരിച്ചുവിട്ടത്. രാജ്യത്ത് മറ്റെവിടെയെങ്കിലും ഇത്രയും കർക്കശമായ നടപടികൾ സ്വീകരിച്ച ഒരു സംസ്ഥാന ഗവൺമെന്റിനെ കാണാൻ കഴിയുമോ? ഈ പുതിയ സമീപനം അതേപോലെ ഉൾക്കൊള്ളാത്തവരുണ്ടാവും, പഴയതിന്റെ ഹാങ് ഓവറിൽ നിൽക്കുന്നവരുണ്ടാവും. ആ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുന്ന സമീപനം അത് ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകില്ല. പോലീസ് ക്രൂരത ചെയ്യുമ്പോഴും ഇതുപോലെ മൗനം പാലിച്ച ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നും ആവശ്യം. ഓരോ പോലീസ് പീഡനങ്ങളും അക്കമിട്ട് നിരത്തിയ പ്രതിപക്ഷം ഒരാവശ്യത്തിൽ കേന്ദ്രീകരിച്ചു. ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് അവരെ സർവീസിൽ നിന്ന് പുറത്താക്കുമോ ഇല്ലയോ എന്ന. അവരെ സംരക്ഷിക്കാനാണ് നിങ്ങൾ ഇത്രയും ദിവസം മൗനം പാലിച്ചത്. കുന്നംകുളത്ത് പോലീസ് മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ പരിഹസിച്ച് ഭരണപക്ഷം. AICC നേതാവ് ചെല്ലുന്നു, അദ്ദേഹം മോതിരം കൊടുക്കുന്നു. വേറെ ഒരു നേതാവ് ചെല്ലുന്നു, അദ്ദേഹം സ്വർണമാലയിടുന്നു. ഈ നിലയില് ഇദ്ദേഹത്തെ വെളുപ്പിക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമം ചെറുതല്ല. പോലീസിലെ എല്ലാവരും മോശക്കാരല്ലെന്ന് സമർത്ഥിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തെയും PK ഫിറോസിനെയും ആയുധമാക്കി KT ജലീൽ. രാഹുൽ മാങ്കൂട്ടത്തെയും PK ഫിറോസിനെയും ഒക്കെ പോലെയാണ് കോൺഗ്രസുകാരും ലീഗുകാരും എന്ന് പറയുന്നത് പോലെയാണ് ചില പോലീസിലെ പുഴുക്കുത്തുകളെ മുൻകൂട്ടി നിശ്ചയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ പോലെയാണ് കേരള പോലീസ് എന്ന് പറയുന്നത്. ചർച്ചയ്ക്കുള്ള മറുപടിയിൽ മുഖ്യമന്ത്രി വ്യക്തമായി പറഞ്ഞത് തെറ്റുകാരായ പോലീസുകാരെ സംരക്ഷിക്കില്ലെന്ന് മാത്രമാണ്. ലോക്കപ്പ് മർദ്ദനത്തിന് കാരണക്കാരായ പോലീസുകാർക്കെതിരെ ഇതുവരെ സ്വീകരിച്ച നടപടികൾ മാത്രം മുഖ്യമന്ത്രി വിശദീകരിച്ചു. പുതിയതായി ഒന്നുമില്ല. പ്രതിപക്ഷത്തിന്റെ വാക്കുകേട്ട് പിരിച്ചുവിടില്ലെന്ന് പറയാതെ പറഞ്ഞു. ഏതെങ്കിലും ഒരാള് എന്തെങ്കിലും അഴിമതി കാണിച്ചാൽ അത് കേരള പോലീസിന്റെ ആകെ മികവിന് ഇടിവായിട്ട് വരുമോ? അയാളെ മേലെ കർക്കശമായ നടപടി എടുക്കണം. ആ കർക്കശ നടപടിയിലേക്ക് നമ്മൾ നീങ്ങും. ഇതോടെ പ്രതിപക്ഷം പോലീസുകാരെ പിരിച്ചുവിടും വരെ സമരം പ്രഖ്യാപിച്ചു. അങ്ങ് പറഞ്ഞേ മതിയാവൂ, ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കുമോ ഇല്ലയോ? സാർ, അതുവരെ ഞങ്ങൾ ഈ നിയമസഭയുടെ ഈ ഹാളിന്റെ കവാടത്തിന് മുന്നിൽ ഞങ്ങളുടെ 2 MLA-മാർ ശ്രീ സനീഷ് കുമാറും ശ്രീ അഷറഫും അനിശ്ചിതകാല സത്യാഗ്രഹം ഇന്നു മുതൽ ആരംഭിക്കുക. തുടർന്ന് പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു. MLA-മാരായ സനീഷ് കുമാർ ജോസഫും AK അഷറഫും സഭാ കവാടത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹവും തുടങ്ങി. നിയമസഭയിൽ നിന്നും പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്.